ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കാം. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷാണ്. നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ചിക്കനും കുറച്ച് മസാലകളും ആഡ് ചെയ്ത് നമുക്ക് നല്ലൊരു നൂഡിൽസ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് കാണാം. അതിന് വേണ്ട ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാബേജ്, കുറച്ച് ക്യാരറ്റ്, അതുപോലെ ബ്രൊക്കോളി, അതുപോലെ ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സവാള, വെളുത്തുള്ളി, ബീൻസ്, അതുപോലെ നമ്മുടെ ക്യാപ്സിക്കം റെഡ് കളർ, അതുപോലെ കുറച്ച് മസാല പൊടികൾ, മുളക് പൊടി, മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് തക്കാളിയുടെ പേസ്റ്റ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ നമ്മുടെ പാസ്ത ഒന്ന് തിളപ്പിച്ച് വേവിച്ച് നല്ല രീതിയിൽ എടുക്കാം. ആദ്യമായി നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ഒലീവ് ഓയിലാണ് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് അതിലോട്ട് ചേർക്കാം. നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്തു. വെളുത്തുള്ളി കരിഞ്ഞു പോകാനൊന്നും പാടില്ല. നമുക്ക് നല്ല രീതിയിൽ വളരെ നോർമലായി. അതിനുശേഷം നമുക്ക് സവാള ആഡ് ചെയ്യാം. നമ്മുടെ സവാള നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെറുതായി വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി മാറ്റി വച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. അപ്പോൾ നമ്മളെല്ലാ വെജിറ്റബിൾസും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാടുന്ന വരെ വെയിറ്റ് ചെയ്യുക, ഒന്ന് വാട്ടിയെടുക്കുക. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതിൽ മറ്റുള്ള സോസുകളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ്. നമ്മുടെ വെജിറ്റബിൾസ് റെഡി ആയോ എന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. നോക്കുന്നു നമ്മുടെ വെജിറ്റബിൾസ് റെഡി ആയോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മസാലകൾ എല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാ മസാലകളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. എല്ലാ മസാലകളും ഇതിലോട്ട് ആഡ് ചെയ്തു. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒരു 2-2.5 ടീസ്പൂൺ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂണും തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നമുക്ക് വളരെ കുറഞ്ഞ തീയിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. എല്ലാ വെജിറ്റബിൾസും എല്ലാം വെന്തിരിക്കുന്നതാണ് ഓൾറെഡി. ഇനി അതിൻ്റെ മസാലകളും നൂഡിൽസിലേക്കും എല്ലാം ഒന്ന് സെറ്റാവുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വെജിറ്റബിൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ വെജിറ്റബിൾ നൂഡിൽസാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ
ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ബൈ.